മാന്യ പ്രേക്ഷകരെ, സൗഖ്യ ഹെൽത്ത് കെയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ സന്നിഹിതരായിരിക്കുന്ന സൗഖ്യ ഹെൽത്ത് കെയറിൻ്റെ പ്രാക്ടീഷണർ ഷാജഹാൻ സാർ. ഇന്നത്തെ വിഷയം ഡയബറ്റിക്. ഇന്ന് നമ്മൾ കേരളം അറിയപ്പെടുന്നത് തന്നെ ഡയബറ്റിക്കിൻ്റെ ഒരു തലസ്ഥാനമായിട്ടാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൽ ഞങ്ങൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? നല്ലൊരു ചോദ്യമാണ്. എങ്ങനെ ഡയബറ്റിക്കിന്റെ തലസ്ഥാനമായി പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ പഴയ ആൾക്കാർ ജീവിച്ചു വന്നൊരു ജീവിത ശൈലിയുണ്ട്. ആ ജീവിത ശൈലി ഇന്ന് നമ്മളുടെ ന്യൂ ജെന്നിന് അന്യമാണ്. അവര് ഇന്ന് മറ്റു പലരെയും അനുകരിച്ചാണ് ജീവിക്കുന്നത്. രാത്രികൾ വളരെ വൈകി ഉറങ്ങിയും ലേറ്റ് നൈറ്റ് ഫുഡുകളും ജങ്ക് ഫുഡുകളും കാർബൺ ഡയോക്സൈഡ് അടങ്ങിയിട്ടുള്ള ബിവറേജസും അവർക്ക് വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ സാധനങ്ങളുടെ കടന്നുകയറ്റമാണ് ഇന്ന് ഡയബറ്റിക്കിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം. ഈ ന്യൂ ജനറേഷൻ്റെ ലൈഫ് സ്റ്റൈലും ഇതൊക്കെ മാറി എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാത്രമല്ല, സ്വാഭാവികമായി ഡയബറ്റിക്കിൻ്റെ പേഷ്യൻ്റെ എണ്ണവും ഹോസ്പിറ്റലുകളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല നിർദ്ദേശം എന്താണ്? ഇന്ന് എല്ലാവരും അലോപ്പതി ആവട്ടെ, ആയുർവേദമാവട്ടെ, ഹോമിയോപ്പതി ആവട്ടെ, അക്യുപഞ്ചർ മേഖലയാവട്ടെ, എല്ലാവരും തന്നെ ഡയബറ്റിക് മേഖലയെ ഒന്ന് പിടിച്ചു കെട്ടാനുള്ള യജ്ഞത്തിലാണ് എല്ലാവരും തന്നെ. അക്യുപഞ്ചർ മേഖലകളിൽ ഒത്തിരി പേര് ഡയബറ്റിക്കിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എളിയ സംഭാവന എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ഈ ടോക്ക് തന്നെ. അപ്പോൾ ഇതേപോലെ ഈ ടോക്കുകളും അവയർനെസ് ക്ലാസ്സുകളും മറ്റും ഈ ചെറുപ്പക്കാരെ ബോധവൽക്കരിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം. ഇത്തരക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ ലേറ്റ് ഫുഡും ലേറ്റ് നൈറ്റായിട്ടുള്ള ഉറക്കവും എല്ലാം നേരെയാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഡയബറ്റിക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഇതിന് നമുക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു ഡയറ്റിംഗ് സമ്പ്രദായം നിർദ്ദേശിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഇത് നമ്മുടെ ക്ലിനിക്കിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണ നമ്മൾ എടുക്കുന്നത് അരിയാഹാരങ്ങളാണ്, അല്ലെങ്കിൽ ചപ്പാത്തിയാണ്, ഗോതമ്പിൻ്റെ ആഹാരങ്ങളാണ് അല്ലേ. ഉച്ചക്ക് നമ്മൾ എടുക്കുന്നത് റൈസാണ്, വീണ്ടും രാത്രിയിൽ എടുക്കുന്നത് ഒന്നല്ലെങ്കിൽ റൈസാണ്. അപ്പോൾ റൈസ് അല്ലെങ്കിൽ വീറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റുട്ടീൻ ഫുഡായിട്ട് ഈ കാർബോഹൈഡ്രേറ്റിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും വളരെയധികം ചേഞ്ചസ് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ സാധാരണ പറയുന്ന എൻ്റെ ക്ലിനിക്കിൽ പറഞ്ഞു കൊടുക്കുന്നത് 2 കറുത്ത തൊലി പഴുത്ത ഏത്തപ്പഴം, അതായത് തൊലി കറുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നന്നായി പഴുത്ത പഴം, ഓവർ റൈപ്പായിട്ട് ഇതൊന്ന് പുഴുങ്ങിയെടുത്ത് സ്ലൈസ് ചെയ്തിട്ട് അതിൽ കുറച്ച് നെയ്യിട്ട് അത് കഴിക്കാം. ഇത് കൂടാതെ അതിൻ്റെ കൂടെ 2 മുട്ടയും കഴിക്കാം. പൈൽസോ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കോഴിമുട്ട കഴിക്കാം. പൈൽസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ വല്ല താറാവ് മുട്ട പോലുള്ള സാധനങ്ങൾ കഴിക്കാം. ഇതിനുശേഷം അത് ഒരു ദിവസം അങ്ങനെയാണ് കഴിക്കുന്നെങ്കിൽ മറ്റൊരു ദിവസം യവം എന്ന് പറയുന്ന മില്ലറ്റ് കിട്ടും. യവം, കുതിരവാലി, തെന, റാഗി, കമ്പ്, മണിച്ചോളം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതിലേതെങ്കിലും പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഓരോ ദിവസവും മാറി മാറി കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണത്തെ മടുക്കുകയുമില്ല, മറിച്ച് ഹെൽത്തിയാണ്. ഇനി ഉച്ചക്ക് നമ്മൾ ബ്രൗൺ റൈസ്, ആ ബ്രൗൺ റൈസിൽ നമ്മൾ കുക്ക് ചെയ്തിട്ട് അത് കഴിക്കാം. വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുക, കൂടുതൽ കറികൾ കഴിക്കുക. കറികൾ കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എണ്ണയും ചുവന്ന മുളകും ഗരം മസാലയും ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അത് ഒരു ദിവസം നമ്മൾ ബ്രൗൺ റൈസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ മറ്റൊരു ദിവസം നമ്മൾ എടുക്കേണ്ടത് ഇറച്ചി നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്ത ശേഷം അത് കോഴി പരമാവധി ഒഴിവാക്കുക. അല്ലാത്ത സാധനങ്ങൾ നമ്മളെടുത്ത്
പരമാവധി റോസ്റ്റ് ചെയ്ത് അത് ഗ്രീൻ ലീഫ്, ഇപ്പോൾ ആ ഗ്രീൻ ലീഫ് വാങ്ങിക്കഴിഞ്ഞിട്ട് അത് പീസ് ചെയ്തിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാം. ഒരു ദിവസം മീൻ കറിയായിട്ടോ പൊള്ളിച്ചോ റോസ്റ്റ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ അടുത്ത ദിവസം നമുക്ക് വെജിറ്റബിൾ എടുത്തു കഴിഞ്ഞിട്ട് അത് തോരനാക്കി കഴിക്കാം, അതുപോലെ നമുക്ക് അവിയലാക്കി കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാം. അപ്പോൾ ഓരോ ദിവസവും മാറി 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 നമ്മളത് എടുക്കുക. വൈകുന്നേരം 3 ഈന്തപ്പഴം നിർബന്ധമായി കഴിക്കണം. അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സ്, അത് പിന്നെ ബദാമാവാം, കാഷ്യൂനട്ട് ആവാം, പിന്നെ വാൾനട്ട് ആവാം, പീനട്ട് ആവാം, എന്തായിക്കോട്ടെ, ഒരു 3, 4, 5 കഴിക്കാം. ഇത് കൂടാതെ നമ്മൾ വൈകുന്നേരം രാത്രിയിൽ, അതായത് 7:30-ക്കുള്ളിലായിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ്, പേരക്കയാവാം, ഓറഞ്ചാവാം, പിന്നെ മുന്തിരി ആവാം, ആപ്പിൾ ആവാം, എന്തെങ്കിലും ആവാം, പക്ഷെ ഒരു ഫ്രൂട്ട് കഴിക്കുമ്പോൾ അതും ആ ഐറ്റം മാത്രം കഴിക്കുക. അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാതിരിക്കാൻ നോക്കുക. സാലഡ് കഴിക്കുമ്പോൾ വെജിറ്റബിൾ സാലഡായിട്ട് നമ്മുടെ കുക്കമ്പർ പോലുള്ള സാധനങ്ങളൊക്കെ അതും കഴിക്കുക. അപ്പോൾ ഓരോ ദിവസവും മാറി മാറി കഴിക്കുക. ഫ്രൂട്ട്സുകളാണെങ്കിലും മാറി മാറി കഴിക്കുക. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ. നേരത്തെ കിടക്കുകയും നേരത്തെ ഉണരുകയും ചെയ്യുന്ന ഒരു ശീലം, അത് നമ്മളുടെ സംസ്കാരത്തിൽ നിന്നും മാറിപ്പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും. നേരത്തെ കിടന്നുറങ്ങുക, നമ്മൾ നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കുക, അവരുടെ മൃഗങ്ങളാവട്ടെ, പക്ഷികളാവട്ടെ, സസ്യങ്ങളാവട്ടെ, മറ്റ് ജീവജാലങ്ങളെല്ലാം തന്നെ അതിൻ്റെ കൃത്യമായ സമയത്ത് ഉറങ്ങുന്നതാണ്. പക്ഷെ നമ്മൾ മാത്രം ഉറങ്ങുന്നില്ല. അപ്പം ഇതിൻ്റെ പേരിൽ നിങ്ങൾ പരമാവധി കാർബോഹൈഡ്രേറ്റ് ചുരുക്കുകയും ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ പോലുള്ള സാധനങ്ങൾ നന്നായി കഴിക്കുകയും ചെയ്യുക. ഒപ്പം ഒരല്പം എക്സസൈസ്, ഒരു 10 എക്സസൈസ് 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു കാരണവശാലും ഡയബറ്റിക് എക്സസ് ആയി പോവില്ല. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. മരുന്നുകളൊന്നും ഇല്ലാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയും. ചിലവരുടെ മാറിപ്പോകുന്നുമുണ്ട്. ഇന്ന് നമ്മൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, അതായത് എന്തുകൊണ്ടാണ് ഡയബറ്റിക്, അതിനെ എങ്ങനെ മറികടക്കാം, അതിലുപരി നമുക്ക് ഭക്ഷണത്തിലുണ്ടാകുന്ന നല്ല ശീലങ്ങൾ. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് ഇവിടെ ലഭിച്ച ഏറ്റവും നല്ല, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഉത്തരമാണ്. കാരണം നമ്മുടെ ശീലങ്ങളാണല്ലോ നമ്മളെ എല്ലാവരെയും മോശത്തിലേക്ക് നയിക്കുന്നത്. അപ്പം നല്ല ശീലങ്ങളോടുകൂടി നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഹാബിറ്റിൽ നിന്നൊരു മോചനവും അതിലുപരി നല്ലൊരു ഹെൽത്തും ആശംസിച്ചുകൊണ്ട് സൗഖ്യ ഹെൽത്ത് കെയറിൻ്റെ താങ്ക്സ് പറയുന്നു. ഹാവ് എ നൈസ് ഡേ.